ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായും സ്നാക്കായിട്ടൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കാണാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ഞാനിവിടെ ഒരു കപ്പിൽ റവ എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു റവ വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. അപ്പോൾ ഞാൻ റവ എടുത്തിട്ടുള്ള സെയിം കപ്പിൽ തന്നെ ഒരു 1.5 കപ്പ് വെള്ളം ഒരു പാനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് കവർ ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം നമുക്ക് വെള്ളം നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യാം. അപ്പോൾ എന്താ വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കൊരു ടേബിൾ സ്പൂണോളം ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കാം. നെക്സ്റ്റ് നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ റവ ചേർത്ത് ഉടനെ തന്നെ നമുക്ക് ഒരു സ്പാച്ചിലയോ സ്പൂണോ വെച്ചിട്ട് നന്നായിട്ട് തന്നെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെള്ളവും റവയും നല്ലപോലെ മിക്സായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫ്ലെയിം നല്ലപോലെ തന്നെ ഒന്നങ്ങ് കുറച്ച് വെച്ചിട്ട് വേണം റവ വേവിച്ചെടുക്കാൻ. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കാണ്. പിന്നെ നമുക്ക് ഇതിലോട്ടൊരു മസാല കൂടെ റെഡിയാക്കാനുണ്ട്. ആ ഒരു സമയം നമുക്കിതുപോലെ തന്നെ ഇതങ്ങ് കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ഒന്നുകൂടെ ഇതൊന്ന് സോഫ്റ്റ് ആയിട്ട് ഇരുന്നോളും. അപ്പോൾ ഇതിലേക്കുള്ളൊരു മസാല റെഡിയാക്കാൻ ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഓയിൽ ചൂടാകുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിലോട്ടൊരു മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ തന്നെ അങ്ങ് പൊടിയായിട്ട് അരിഞ്ഞത് കൂടെ ചേർക്കാം. സവാള ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് കളറൊന്നും ചേഞ്ച് ആവണ്ട, നമുക്ക് ജസ്റ്റ് ഒന്നിതൊന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ സവാളയുടെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് മസാല പൗഡറാണ്. ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് മീറ്റ് മസാലയാണ്. നമുക്ക് ചിക്കൻ മസാലയോ അതല്ലെങ്കിൽ ബിരിയാണി മസാലയോ ഏതെങ്കിലും ഒരു ഫ്ലേവറിലുള്ള മസാല നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടെ ആണ്. ഈ ഒരു 2 പൗഡർ മാത്രമേ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് പൊട്ടറ്റോ ആണ്. അപ്പോൾ ഞാനിവിടെ ഒരു 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത്. അതിനുശേഷം ഇതുപോലെ നന്നായിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പൊട്ടറ്റോ നമുക്കിതുപോലെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് സ്മാഷ് ചെയ്ത് എടുക്കാം. ഇനി നമുക്കിത് പാനിലേക്ക് ചേർത്തിട്ട് പിന്നെ നമ്മുടെ ആ ഒരു മസാലയോ ഈ ഒരു പൊട്ടറ്റോയും കൂടെ നന്നായിട്ട് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പ് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ആ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്ത് അതിലോട്ട് ആവശ്യത്തിനൊക്കെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ വേറെ ഉപ്പൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാതിരുന്നത്. അപ്പോൾ നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെക്കാം. പിന്നെ ഞാനിതിലിട്ട് കുറച്ച് മല്ലിയില കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇതിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ഒരു മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള റവ നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു മസാല റെഡിയാകുന്ന സമയത്ത് ആ ഒരു റവ നേരത്തെ മൂടി വെച്ചിരുന്നത് കൊണ്ട് തന്നെ ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ നമുക്ക് വെള്ളം ഒന്നും ചേർക്കേണ്ട. വേണമെങ്കിൽ കയ്യിൽ ഒരു അല്പം ഓയിലാക്കിയിട്ട് ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ ഞാനിതിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ പരത്താനെടുക്കുന്ന ആ ഒരു ബോർഡിൻ്റെ മേലെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കൂടെ വെച്ചിട്ട് വേണം നമ്മളിത് പരത്തിയെടുക്കാൻ. ഇതുപോലെ ഒരു ഷീറ്റ് ഇല്ലെങ്കിൽ നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ അടിയിലൊന്ന് വെച്ച് കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് പരത്താനെടുക്കുന്ന ആ ഒരു റോളറില്ല അതിൻ്റെ മേലെ കുറച്ചൊന്ന് ഓയിലാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് മാക്സിമം ഒരുപാട് തിന്നായിട്ടല്ല ചെറിയൊരു തിക്നെസ്സോട് കൂടിയിട്ട് ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ നന്നായിട്ട് ഇത് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സോട് കൂടി വേണം ഇത് നമുക്ക് പരത്തിയെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ പരത്തി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പൊട്ടറ്റോൻ്റെ മസാല നമുക്ക് ഇതിൻ്റെ മേലെ ഇതുപോലെ തന്നെ ഒന്നങ്ങ് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോൻ്റെ മസാല ഞാൻ അതിൻ്റെ മേലെ ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ ഈ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാനാണ്. അപ്പോൾ ഇതാ ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്തെടുക്കുന്ന സമയത്ത് ആ ഒരു ഷീറ്റ് അതിൻ്റെ ഉള്ളിലാവാത്ത രീതിയിൽ പുറത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് ആയിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും.
ഇനി നമുക്കിത് റോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് അങ്ങ് റിമൂവ് ചെയ്തേക്കാം. അതിനുശേഷം ഇതുപോലെ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഇതുപോലെ തന്നെ ഞാനൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്ത് വരാം. അപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ റവയും വെള്ളവും ഒക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് അളവിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ പൊടിയാതെ ഇതുപോലെ തന്നെ റൗണ്ടിൽ മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലാണ് ഇതുണ്ടാവുന്നത്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുമ്പ് ഞാനൊരു ബൗളിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നമുക്കൊരു പിഞ്ച് ഉപ്പ് കൂടെ ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കലക്കിയെടുക്കണം. അപ്പോൾ ഒരുപാട് തിക്കായിട്ടല്ല, നമുക്ക് ലേശം ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു പരുവത്തിൽ ഇത് അങ്ങനെ നന്നായിട്ട് തന്നെ ഒന്നങ്ങ് കലക്കിയെടുക്കാം. അപ്പോൾ ഇത് കലക്കിയെടുത്തിട്ടുള്ളതിൽ നമ്മൾ നേരത്തെ മുറിച്ചെടുത്തിട്ടുള്ളത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡിലും ആ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. അപ്പോൾ ഇവിടെ ഞാൻ ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു പാനിൽ ഞാൻ ഓയിൽ ചൂടാക്കിയിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡും നല്ലപോലെ ഒന്ന് ഗോൾഡൻ കളറായിട്ട് കിട്ടണം, നല്ലൊരു ക്രിസ്പി ആയിട്ട് കിട്ടണം. പിന്നെ ഓൾറെഡി ഉള്ളൊക്കെ വെന്തതുകൊണ്ട് തന്നെ നമുക്കിത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് 2 വശവും നല്ലപോലെ ഒന്ന് കളർ മാറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതിവിടെ റെഡിയാണ്. ബാക്കിയുള്ളത് കൂടെ നമുക്കിതുപോലെ തന്നെ തയ്യാറാക്കാം. അപ്പോൾ വീട്ടിൽ എപ്പോഴുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്കിത് തയ്യാറാക്കാൻ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെയൊക്കെ നമുക്ക് നല്ല ഒരു ചട്നി കൂടെ ഉണ്ടെങ്കിൽ ഇത് തന്നെ മതിയാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.